ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ നോമ്പുകാലം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ ഈ നോമ്പുകാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. സഹനം ഒരു കൃപയാണല്ലോ. ഓരോ സഹനങ്ങൾ വരുമ്പോഴും അതിൽ നിന്നും ഓടിയകലാതെ അതിനെ നേരിടുവാനുള്ള ആത്മധൈര്യത്തിനായി നമുക്ക് നമ്മുടെ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. തിരുവചനം തരുന്ന ഉറപ്പാണല്ലോ. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും തരുമെന്ന്. ഈ ഉറപ്പിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. സഹനം തമ്പുരാനോട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ. നമുക്ക് സ്വർഗരാജ്യത്തിനായി ഒരുങ്ങാം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം നേരുന്നു.